ഇവിടെ പി വി അൻവറിനെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാൻ പോയ കേസ്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുനയിപ്പിക്കാൻ പോയതാണെങ്കിൽ ഒന്ന് നോക്കൂ, പി കെ കുഞ്ഞാലിക്കുട്ടി, അതുപോലെ രമേശ് ചെന്നിത്തല, കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അൻവറായിട്ട് നല്ല ബന്ധമുണ്ട്. ഇവർ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ട് അവിടെ എന്ത് വിപ്ലവം തീർക്കാനാണ്? ചുമ്മാ പോയി ഒരു വിവാദം ഉണ്ടാക്കുക എന്നതിലപ്പുറം ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ തന്നെ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങൾക്ക് മുൻപേ പി വി അൻവറിനോട് ഇനി ഞങ്ങൾ ചർച്ചകളില്ല, ഞങ്ങൾക്ക് പി വി അൻവറിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പുറമായ അർത്ഥത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ച് കാച്ചുന്നു. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഔദ്യോഗിക വസ്ത്രങ്ങളൊന്നുമില്ല, അതായത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഔദ്യോഗിക വസ്ത്രം വെച്ചാൽ വെള്ളയും ഒന്നും ഇടാതെ വളരെ കാഷ്വൽ വേഷത്തിൽ രാത്രിയിൽ പോയി കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തലിന് രാഷ്ട്രീയ പക്വത നഷ്ടപ്പെട്ടതാണോ അതോ ഇതൊരു പൊളിറ്റിക്കൽ ടാറ്റിക്സ് ആണോ എന്നത് മാത്രമാണ് അറിയേണ്ടെന്ന് തോന്നുന്നത്. തലയിൽ മുണ്ടിട്ടുകൊണ്ട് രാത്രി പോകുന്നു എന്ന തരത്തിലാണ് ഇതിനെ LDF വൃത്തങ്ങൾ അതിനെ വിശദീകരിച്ചത്. കാരണം പരസ്യമായി പുറത്തു വന്ന് പറയുന്നു ഞങ്ങൾക്ക് അൻവറിന്റെ ഒരു സഹായം വേണ്ട, ഞങ്ങൾക്ക് ജയിക്കാൻ അറിയാം. UDF വ്യക്തമായ നിലപാടുണ്ടെന്ന് പറയുമ്പോഴും UDF പറയുന്നുണ്ട് UDF വ്യക്തമായ നിലപാടുണ്ട്, ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ കൃത്യമായ തീരുമാനമുണ്ട് എന്ന് പറയുമ്പോഴും ബാക്കിലൂടെ അണികളെ വിട്ട്, അത് വലങ്കൈയായി നടക്കുന്ന ആളുകളെ തന്നെ, പ്രതിപക്ഷ നേതാവിന്റെ അത്രയും അടുത്ത് നടക്കുന്ന ആളുകളെ തന്നെ പുറകിലൂടെ വിട്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമം. ഇവിടെ VD സതീശൻ അല്ലെങ്കിൽ സതീശൻ തള്ളി പറയുന്നുണ്ട്. സതീശൻ തള്ളി പറഞ്ഞു, മാങ്കൂട്ടത്തിൽ മാപ്പ് പറഞ്ഞു. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഞങ്ങൾ മാപ്പ് പറഞ്ഞു എന്ന് ഇപ്പൊ കൊട്ടിഘോഷിച്ചു കിടക്കുന്നു. അത് വ്യക്തിപരമായ കാര്യത്തിനാണ് പോയത്. പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്, ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞതിലൂടെ UDF ഇമേജ് തന്നെ അവിടെ പൊളിഞ്ഞു വീഴുകയല്ലേ ചെയ്തത്. ഇവിടെ UDF നിർത്തിയ സ്ഥാനാർത്ഥിയെ പച്ചയ്ക്ക് കുറ്റം പറഞ്ഞ് എതിർത്ത് പറഞ്ഞു നിന്ന പി വി അൻവറിനെ പോലെ ഒരാളെ പിന്നെയും അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താ? അത് M സ്വരാജ് പോലെയുള്ള ശക്തമായൊരു നേതാവ് അല്ലെങ്കിൽ ഒരു ശക്തമായ മത്സരം അവിടെ നടക്കുമെന്ന് അറിയുമ്പോൾ അൻവറിന്റെ വോട്ട് കൂടി കിട്ടിയില്ലെങ്കിൽ UDF പരാജയത്തിലേക്ക് പോകും എന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഇത്തരമുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്.